ചേട്ടാ പോവല്ലേ? മീൻകാരൻ പോകും. അയ്യോ അമ്മേ, അമ്മേ, എന്റെ ദൈവമേ, എന്റെ കൈ. ചേട്ടോയ്, ചേട്ടാ ഒന്നിങ്ങോട്ട് വന്നേ. എന്നാലും എന്റെ മോളെ, നിനക്കിത് പറ്റിയല്ല. നിന്റെ വിവരം അറിഞ്ഞപ്പോഴല്ലേ അച്ഛനെന്നെ അവിടെ നിർത്തുണ്ടായിരുന്നില്ല. ബസ് കയറ്റി കണ്ട് വേഗം വിട്ടു പോക്കോളാൻ പറഞ്ഞേ. നിന്നെ ഇവിടെ വന്ന് കണ്ടപ്പോഴാണ് അമ്മക്ക് സമാധാനമായത്. എന്നാലും നിനക്ക് എന്നെ ഒന്ന് വിളിക്കാറുന്നില്ലേ? ഇത്ര നിനക്ക് അപകടം പറ്റിട്ട് നീ എന്താണ് എന്നെ വിളിക്കാതിരുന്നത്? അത് വേറൊന്നല്ല മിനി, ഞാൻ വിളിച്ചു പറഞ്ഞ പിന്നെ അമ്മക്ക് ടെൻഷൻ ആവും. അപ്പൊ ഞാൻ പിന്നെ സമാധാനമായിട്ട് വിളിച്ച് പറയാല, അങ്ങനെ അതുകൊണ്ട് ഞാൻ അങ്ങനെ വിളിച്ചു പറഞ്ഞ്. എന്നാലും എന്റെ മോക്കിത് എന്ത് പറ്റിയതാണ്? ഒന്നും പറയണ്ടമ്മേ, ആ മീൻകാരൻ വന്നപ്പോ അതിന്റെ കുറെ ഓടിയതാണ്. ദേ അവിടെ തെന്നിയാണ്. ഞാൻ എപ്പോഴും പറയാറില്ലേ, മഴക്കാലമൊക്കെയാണ് സൂക്ഷിക്കണം. ഈ ടൈലിലൊക്കെ വെള്ളമൊക്കെ കിടന്നല്ലേ തെന്നിപ്പോവും. അമ്മ പറയുമ്പോ അതൊന്നും ചെവിക്കൊള്ളൂല. അപ്പൊ അനുഭവം വന്നില്ലേ, പോട്ടെ, വന്നത് വന്ന്. ഞാൻ വിചാരിച്ച വീണുണ്ടപ്പോ ഞാൻ വിചാരിച്ചെന്റെ കൈയൊക്കെ ഒടിഞ്ഞു. ഭാഗ്യത്തിന് ഇത്രയും സംഭവിച്ചോളൂ. കഷ്ടകാലം അല്ലാണ്ട് എന്തു പറയാൻ. പോട്ടെ, എന്തായാലും എന്തോ വരാണ്ടിരുന്നതാണ് ബിരുദെന്തോ. കണ്ണീക്കൊള്ളണ്ടതേ പിരിയത്തി കൊണ്ട് പോയെന്നങ്ങ് വിചാരിച്ചാ മതി. എന്നിട്ട് ഇപ്പൊ ഡോക്ടർ എന്ത് പറഞ്ഞു? ഡോക്ടർ പറഞ്ഞ് 2-3 ദിവസം കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞു. ഇത്രല്ലേ സംഭവിച്ചുള്ളൂ, എല്ലിന് പൊട്ടൊന്നുമില്ലല്ലോ. ഭാഗ്യം. പിന്നെ എന്ത് ഭാഗ്യം, ഇത് കൈക്ക് വയ്യാത്തോണ്ടേ ഒന്നും ചെയ്യാൻ പറ്റണില്ല. ഇപ്പൊ 2 ദിവസമായിട്ട് പുറത്തുനിന്നാണ് ഫുഡ് കഴിക്കണത്. ഇനി നീയേ അതൊന്നും ആലോചിച്ച് വിഷമിക്കണ്ട. ഇവിടത്തെ കാര്യല്ലേ അത് ഞാൻ നോക്കിക്കോളാം. വീട്ടിലിപ്പൊ അച്ഛനെ ഞാൻ വിളിച്ചു പറഞ്ഞോളാം. ഇനി മോടെ കൈയുടെയൊക്കെ മാറിയിട്ട് ഞാൻ പോണോളൂ. അമ്മേ, അമ്മ എന്തെങ്ങനെയാണ്, പോകോ? ഞാൻ പോണില്ല. ഞാൻ എങ്ങനെ പോകും? ഇവിടെ ഈ അവസ്ഥയിലിരിക്കുമ്പോ എനിക്കിനി വീട്ടിൽ പോയി കഴിഞ്ഞാൽ മനസ്സമാധാനം കിട്ടോ? ഇവിടെ മാറിയിട്ട് ഞാൻ ഇനി പോണോളൂ. അതെന്തായാലും നന്നായി. ഇനി ഇവിടുത്തെ കാര്യങ്ങളൊന്നും നടക്കൂല. ഞാനപ്പോ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് വരാം. എടാ എന്റെ പൊന്നോ, ഇവിടെ എന്തോരം മാറാലാണ്. വണ്ടിക്കലൊന്നും ഇല്ലേ? ഈ മാറാലേക്ക് ഒന്ന് കളഞ്ഞൂടി പെണ്ണിന്. അമ്മേ, അമ്മ അതിനാണ് മാറാലേക്ക. ഇത് നോക്ക്, എന്തോരം മാറാലാണ്. നിനക്കൊന്ന് ഇടക്ക് ഇവിടേക്ക് ഒന്ന് വൃത്തിയാക്കി ഇട്ടൂടെ എന്റെ മോളെ? പിന്നെ എനിക്ക് സമയം വേണ്ടേ? സമയമില്ല. സീരിയലാണാലും ഫോണും കുത്തിക്കൊണ്ടിരിക്കാൻ നിനക്ക് സമയമുണ്ട്, അല്ലാത്തതിന് ഒന്നിനും നമുക്ക് സമയമില്ല. ഇത് കണ്ട അടിച്ചു വാരിയൊക്കെ തന്നെ ആ മുക്കുമൂലേക്ക് ഒന്ന് ചേർത്തൊന്ന് നല്ല വൃത്തിക്കാൻ ചെയ്തൂടെ? അതും ചെയ്യൂല. ഇപ്പൊ എന്തായാലും മടിക്കണല്ലേ, അപ്പൊ ഒന്ന് തുടച്ചിട്ടേക്ക്. ഞാൻ എന്തായാലും തുടക്കണം. ഞാൻ തുടച്ചേക്കത്. അമ്മ എന്തെന്തോന്ന് അമ്മ കറി വെച്ചേക്കണേ? കറിക്ക് ഞാനേ സാമ്പാർ വെച്ചിട്ടുണ്ട്. പിന്നെ എന്തെങ്കിലും ഒരു ഒലത്ത് ഉണ്ടാക്കണം. ചെമ്മീൻ മേടിച്ചില്ലേ ചേട്ടൻ ഇന്നലെ? ചെമ്മീനുണ്ട്, ഫ്രിഡ്ജിലിരിപ്പുണ്ട്. അതെങ്കിൽ നന്നായിക്കിട്ട് ഒലത്തി തരും അമ്മേ. കൊതിയാണോ? ഇനിയിപ്പൊ അതിന് സമയം ഉണ്ടാ? അതൊക്കെ സമയമുണ്ട്. അമ്മ ഒലത്തിട്ട് എത്ര നാളെ അമ്മയുടെ ചെമ്മീൻ ഒലത്തൊക്കെ കഴിച്ചിട്ട്. സമാധാനപ്പെട്ട് ഞാൻ ചെയ്തു തരാം. ഇപ്പൊ ഇവിടേക്ക് നോക്കിയത് എന്തോരം പുല്ലാണല്ലേ. ശരിയാണല്ലോ, ഒരു പാമ്പ് കിടന്ന് അറിയില്ല. ഒരു കാര്യം ചെയ്യാം, അമ്മയുടെ പണിയൊക്കെ കഴിയുമ്പോ ആ പുല്ലൊക്കെ ഒന്ന് പറിച്ചോളാമേ. ഞാനെന്തായാലും ചെയ്യാത്. വല്ല പാമ്പ് കയറും, പരക്കാത്ത കയറിയാലും അറിയൂല. എന്ത് പറ്റി പെട്ടെന്നൊരു മുട്ടുവേദന? മാറി വന്നതാണല്ലേ, പിന്നെ ഇതെന്ത് പറ്റി? പറ്റിട്ടാണെങ്കിലോ? എന്താണ് ഇവിടെ ഇരിക്കണത്? എന്തു പറ്റി? ഒന്നും പറയണ്ട മോളെ, നമ്മുടെ മുട്ടിനെ ഭയങ്കര വേദന. അതെ, ഇവിടെ സ്റ്റെപ്പൊക്കെ കയറി ഇറങ്ങിയിട്ടാന്ന് തോന്നുന്നു. വീട്ടിലാണെങ്കിൽ അങ്ങനെ സ്റ്റെപ്പ് ഒന്നും കയറി ഇറങ്ങണ്ടല്ല. പിന്നെ ആണെങ്കില പണിക്കാണെങ്കിൽ അച്ഛനെ സഹായിക്കും. ആദ്യം വീട്ടിലാണെങ്കിൽ ഞങ്ങൾ 2 പേരല്ലേ ഉള്ളൂ. ഞാൻ ഇവിടുത്തെ എല്ലാ കാര്യമൊക്കെ ചെയ്തിട്ടേ മുട്ടിലാണ് നല്ലൊരു വേദന. അല്ല, മോളിന്ന് ഡോക്ടറിന്റെ അടുത്തോട്ട് എന്ത് പറഞ്ഞേ? ഡോക്ടർ പറഞ്ഞേ ഒരാഴ്ച കൂടി കിട്ടണോന്നാണ് പറഞ്ഞത്. വേദന അങ്ങോട്ട് മാറിയിട്ടില്ലല്ലോ അമ്മേ. ഇരിക്കൊത്തലല്ലേ വീണത്, നല്ല എളി വേദനയുണ്ട്. അതെ, ഞാൻ ഇത് നല്ലൊരു പാമ്പാണ്. മോള് ഇതൊന്ന് പെരട്ടി നോക്കട്ടാ. അമ്മ പണി കഴിയുമ്പോ അമ്മ ഒന്ന് പെരട്ടി തന്നാ മതി. ഞാൻ പെരട്ടിത്തരാം. അല്ലെന്ന് അമ്മ തുണി വിരിച്ചായിരുന്നാ? അയ്യോ, അത് ഞാൻ മറന്നുപോയി. വാഷിംഗ് മെഷീനിലിട്ടാണ് ഇപ്പൊ അലക്കഴിഞ്ഞിട്ടുണ്ടാവും. നല്ല വെയിലുണ്ടേ. ഞാനെങ്കിലേ പോയി കിടക്കട്ടെ, ഭയങ്കര വേദന. അമ്മ തുണി വിരിക്കൂലേ? അത് ഞാൻ വിരിച്ചോളാം. പാവം കൊച്ച്, അതിനകെന്താ അവൻ മാറാത്തത്? അമ്മച്ചി,
നീ എന്തിനാണ് വീണ്ടും വിട്ടാകുന്നത്? ഡോക്ടർ നിന്റെ അടുത്ത് നീട്ടുണ്ടെന്ന് പറഞ്ഞല്ലേ മാറിയതല്ലേ? ആ ഡോക്ടർ പറഞ്ഞാണ്. ഇപ്പൊ ഞാൻ മാറിയെന്ന് അങ്ങനെ അമ്മയോട് പറഞ്ഞിട്ടുണ്ടല്ല, അമ്മ അപ്പൊ തന്നെ വീട്ടിലോട്ട് പോകും. അച്ഛനോട് ഒറ്റക്കല്ലേ. അതിനെന്താണ് അമ്മ പോട്ടെ? അമ്മ ഇപ്പോഴും എത്ര ദിവസമായി? അതല്ല, അമ്മ ഇപ്പൊ സമയത്തിന് ആഹാരമൊക്കെ ഉണ്ടാക്കി തന്നത്. എനിക്കിപ്പോ ജോലി ചെയ്യാൻ ഭയങ്കര മടിയാണ് കേട്ടാ. അത് പറ, അടുക്കള കയറാനും പണിയെടുക്കാനും മടി. അതെന്നാ ഒരു കാര്യം ചെയ്യ്, ഇപ്പൊ കുറച്ചാലും കൂടി ഇട്. എനിക്ക് സത്യം പറഞ്ഞ അമ്മനെ പറഞ്ഞു വിടണമെന്ന് ആഗ്രഹമില്ല. അമ്മ ഇടുന്നില്ല നല്ല ആഹാരങ്ങളും കിട്ടും. എത്ര ദിവസം നമ്മൾ ഹോട്ടലിൽ നിന്ന് ആഹാരം കഴിച്ചത്? പൈസ ലാഭിക്കാൻ. പിന്നെ ഇതാമ്മ പറയണ ആഹാരങ്ങളെല്ലാം ഉണ്ടാക്കി തരും. എന്ത് ടേസ്റ്റാണ് ഉള്ളത് പറയല്ല. നിനക്കായി പോണം കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പൊ എന്തായാലേ കുറച്ചാലോട് നീട്. ഇനി വല്ല പ്രശ്നമാവോ? എന്ത് പ്രശ്നം? പുള്ളിക്കാരത്തേക്ക് മുട്ടുവേനൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. അത് ആ ഓയിൽമെന്റ് ഒക്കെ എടുത്ത് മാറിക്കോളും. എപ്പോഴും ഉള്ളതല്ലേ. മുട്ടുവേനൊക്കെ വന്നോന്ന് ഏറ്റവും എപ്പോഴും ഉള്ളതാണ്. അത് ആ ഓയിൽമെന്റ് എടുക്കുമ്പോ മാറണേന്നേ. ചേട്ടൻ ഞാൻ കുറച്ചു നേരം കിടക്കട്ടെ. നീ കിടക്ക്. കൈ തൂക്കിയിട്ടിട്ട് കൈ വേനെടുത്തു. അമ്മൊന്നും ഉണ്ടാക്കിയില്ലേ? ഇത്ര നേരം എന്തെടുക്കണമെന്നാവോ? അമ്മേ, കിടന്നുറങ്ങണേണ. മനുഷ്യന് വിശന്നിട്ട് വയ്യ. അമ്മേ, എന്താണ് ഒന്നും ഉണ്ടാക്കാത്തത്? എനിക്ക് വിശന്നിട്ട് വയ്യ. എന്റെ മോളെ, അമ്മക്ക് തീരെ വയ്യായിരുന്നു. മുട്ടുവേദന സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ആ ഓൽമെന്റ് ഒക്കെ പരട്ടിയിട്ട് ഒരു കുറവുമില്ല. അങ്ങനെ അമ്മ വേദനയുടെ ഒരു ഗുളിക കഴിച്ച്. ആ ഗുളിക കഴിച്ചാലേ ഭയങ്കര ക്ഷീണമായിക്കോളൂ. ഞാൻ ഉറങ്ങിപ്പോയി മോളെ. അടുക്കള കേറാനേ പറ്റിയില്ല. ഇനി എന്ത് ചെയ്യും? എനിക്ക് മരുന്നൊക്കെ ഉള്ളതല്ലേ മേ. മോള് തൽക്കാലേ എന്തെങ്കിലും ഓർഡർ ചെയ്. ഓർഡർ ചെയ്യാനാ? ചേട്ടൻ ചീത്ത പറയും. അമ്മക്ക് വയ്യാത്തോണ്ടല്ലേ. ഇന്നത്തെ ഒരു ദിവസത്തേക്ക് മതി. നാളെ അമ്മ കേറിക്കോളാം. അതുമല്ല, ഇനി മുട്ടിന്റെ വേദന മാറിയില്ലെങ്കിലേ മോള് വരുമോനോടൊന്ന് പറയണം അമ്മനൊന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണോന്ന്. ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്ന വേദന ഇനി മന്നാണെങ്കിൽ ഒന്ന് ചെല്ലണോന്നേ. ഹോസ്പിറ്റലിലൊക്കെ പോകേണ്ടി വരുമോ? മാറിയില്ലെങ്കിൽ എന്തായാലും പോയി കൊണ്ട് കാണിക്കണം മോനെ. ഞാൻ എന്തായാലും ചേട്ടനോട് പറയാം. പണി പാടോ? എന്നെ നോക്കാൻ വന്നിട്ട് ഇനി അമ്മനെ നോക്കേണ്ട ഗതികേടാവും. ചേട്ടനോട് പറഞ്ഞു ചേട്ടന്റെ വായി കിടക്കണ മുഴുവൻ കേക്കും. ചേട്ടൻ, അമ്മ കഴിക്കാനൊന്നും ഉണ്ടാക്കിയിട്ടില്ലാന്ന്. കഴിക്കാനൊന്നും ഉണ്ടാക്കിയില്ലേ? പിന്നെ എന്തിന്റെ അമ്മ? അമ്മക്കിത് മുട്ടുവേദന എന്ന് പറഞ്ഞ അവിടെ കിടപ്പുണ്ട്. എനിക്ക് വിശന്നിട്ട് ഞാൻ ചായ കുടിക്കാൻ വേണ്ടി വന്നാണ്. അമ്മ പറഞ്ഞ പുറത്തുനിന്ന് ഓർഡർ ചെയ്യാനായിട്ട്. പുറത്തുനിന്ന് ആര് കാശ് കൊടുക്കും? ചേട്ടനല്ലാണ്ട് പിന്നെ ആരാണ്? പിന്നെ കാശി ഒട്ടും വയ്യാന്ന്. കാലെന്തോന്ന് ഭയങ്കര വേദനയെന്ന് പറഞ്ഞു ഹോസ്പിറ്റലിൽ പോകണമെന്നൊക്കെ പറയണേ. ആരുണ്ടോ? ചേട്ടൻ കൊണ്ടുപോകും. പിന്നെ ഞാൻ കൊണ്ടുപോകും. എന്റെ തള്ളയാണല്ലോ. നീ വേണമെങ്കിൽ കൊണ്ടുപോകും. ഞാൻ കൊണ്ടുപോകുന്നില്ല. എനിക്ക് അല്ലെങ്കിൽ ഹോസ്പിറ്റൽ അലർജിയാണ്. ഞാൻ പോയേയില്ല. ഞാൻ പറഞ്ഞതാണ് മര്യാദ പറഞ്ഞു വിടാനായിട്ട്. അത് കൊള്ളാം. ചേട്ടൻ എന്റെ ഒപ്പം കൂട്ടുന്നതല്ലേ. പിന്നെ നിനക്കായിരുന്നില്ലേ അടുക്കള കയറാൻ മടി, പണിയെടുക്കാൻ മടി എന്നും പറഞ്ഞോണ്ട് ഇപ്പൊ തളർന്ന ചുമക്കണ്ട അവസ്ഥയായിരിക്കുള്ളൂ. നിന്റെ കൈയുടെ മാറിയിട്ട് ഇപ്പൊ എത്ര ദിവസമായി? എന്നിട്ട് അവള് കള്ളത്തരം കാണിച്ച് കൈയുടെ എപ്പോഴും പോവാന്നും പറഞ്ഞു നടക്കണം ഡോക്ടർ പറഞ്ഞെന്ന്. നീ ഒരു കാര്യം ചെയ്യ്, അമ്മയോട് പോയി പറ എന്റെ കൈയുടെ ഒക്കെ മാറി അവിടെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നീ ചെയ്തോളാം. എന്റെ അമ്മയോട് പൊക്കോളാൻ പറ. എല്ലേ അവളെ തൊള്ളവെല്ലാം വന്ന് ചാവടേക്ക് പറഞ്ഞു വിടാൻ നോക്ക്. ചേട്ടനും കൂടി വാ. ഞാൻ വരുമൊന്നുമില്ല, എനിക്ക് അതിന്റെ ആവശ്യമില്ല. നിന്റെ തള്ളാണ് നീ നോക്കോ ചെല്ലി. പിന്നെ തള്ള നീ പൈസക്കാലത്ത് ചോന്നുണ്ടെടുക്ക. എനിക്ക് വേറെ പണിയില്ല. അമ്മയുടെ ഉപ്പ ഉണ്ടായിരുന്ന ദേമേ, ഞാനിന്ന് വെറുതെ ഒന്ന് ഊരി വെക്കിയതാണ്. എന്റെ കൈയുടെ എല്ലാം മാറിയമ്മേ. ഇത് കണ്ട, ഇപ്പൊ എനിക്ക് ഒരു കുഴപ്പമില്ല. പിന്നെ ഞാനേ അമ്മയുടെ കാലിന്റെ കാര്യേ ചേട്ടനോട് പറഞ്ഞായിരുന്നു. ഇവിടെ വല്ലയിടത്തും കാണിക്കാനേ ഹോസ്പിറ്റലിൽ. അപ്പൊ ചേട്ടൻ പറഞ്ഞ അവിടെ ഇല്ലേ കാണിക്കണത്, അവിടെ തന്നെ കാണിച്ചാ പോരെ. ഇവിടെ അവിടെ കേട്ട് മരുന്നൊക്കെ മാറി നമുക്ക് വേറെ വല്ല അസുഖം വന്നല്ല. ഞങ്ങൾക്കൊക്കെ വലുത് അമ്മേനല്ലേ. അപ്പൊ അങ്ങനെയൊക്കെ വേണ്ടെന്നാണ് ചേട്ടൻ പറയണത്. ഇപ്പൊ എനിക്ക് ഒരു കുഴപ്പമില്ല. എനിക്ക് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കാല. ഞാൻ വേണമെങ്കിൽ ഓട്ടോറിക്ഷ വിളിക്കാമേ. അമ്മ ഇന്ന് തന്നെ പൊയ്ക്കോ. എന്നാലും എന്റെ മോളുടെ കൈയുടെ ഇത്രയും പെട്ടെന്ന് മാറിയല്ല. ശരിക്കും ഇതൊരു അത്ഭുതം തന്നെ കേട്ടോ. ആമേ, അത്ഭുതം തന്നെയാണ്. ഞാൻ വെറുതെ ഒന്ന് ഊരി നോക്കിയോളൂ. ഇപ്പൊ ഒരു കുഴപ്പമില്ല. അപ്പൊ തന്നെ ഡോക്ടറെ വിളിച്ച് ഡോക്ടറും പറഞ്ഞു ഇതിന്റെ ആവശ്യമില്ലെന്ന്. ഇനി ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കാല. അത് ശരിയാണ്. ഇനിയിപ്പൊ ഇവിടത്തെ കാര്യങ്ങള് മോള് തന്നെ നോക്കണോല്ല. എന്നെയും കൊണ്ട് എന്തായാലും ഇനി പറ്റൂലല്ല. എനിക്ക് വയ്യാതെയല്ല.
അമ്മക്ക് വയ്യാതെയതുകൊണ്ട് ശരിയായതല്ല എന്റെ കൈ. എനിക്ക് ഒരു കുഴപ്പമില്ല അമ്മേ. ഇത് കണ്ട മതിയടി എന്റെ മുമ്പിൽ കിടന്ന് നീ നാടകം കളിക്കണത്. ഞാൻ കേട്ട് നീയും നിന്റെ ഭർത്താവ് കൂടി സംസാരിച്ചത്. എന്റെ കൈയുടെയൊക്കെ മാറിയിട്ട് കുറച്ച് ദിവസങ്ങളായല്ലേ, എന്നിട്ടും പണിയെടുക്കാൻ മടിയായിട്ട് നീ കള്ളത്തര കാണിച്ചതാണല്ലോ എന്റെ മുമ്പില്. നിനക്ക് വയ്യാന്ന് വെച്ചോണ്ടേ ഈ മുട്ടുവേദന മാറ്റി വെച്ചോണ്ടാണ് ഞാൻ ഈ വീട്ടിലേക്ക് വന്നത്. നിനക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു തന്ന്. നിന്റെ അമ്മയാണെന്നുള്ള ഒരു പരിഗണന പോലും നീ എനിക്ക് ഈ വീട്ടിൽ തന്ന. ഒരു വേലക്കാരത്തി ഓരോ പണി തീരുമ്പത്തേക്കും അത് ചെയ്യമ്മേ ഇത് ചെയ്യമ്മേ, അങ്ങനെ നീ എന്നെ ഇവിടത്തെ എല്ലാ പണി നീ ചെയ്യിച്ചില്ലേ. ഈ വീട്ടിലെ എല്ലാ പണികളും ഞാൻ ഒറ്റയ്ക്ക് ചെയ്തിട്ട് നിന്നോട് ഞാൻ എന്തെങ്കിലും പരാതി പറഞ്ഞ പറയൂല. അതെന്തുകൊണ്ടാണ്? നീ എന്റെ മോളാണ്. നിനക്കേ ഞാൻ അമ്മയാണ്, അമ്മനോടുള്ള സ്നേഹമൊന്നും നിന്റെ മനസ്സിലില്ല. അതിപ്പൊ ഞാൻ കേട്ടല്ല. എന്താണ് പറഞ്ഞത്? അമ്മന എന്നെയും കൊണ്ടൊന്നും പറ്റൂല നോക്കാൻ, ഹോസ്പിറ്റലിൽ നിനക്ക് അലർജി ആണെന്നാ. എന്തൊക്കെയാണ് നീ പറഞ്ഞു കൂട്ടിയത്? ഞാൻ നിന്റെ സ്വന്തം പെറ്റ അമ്മയല്ലേ. ഞാൻ എന്തായാലും പോകണ്. നിങ്ങൾക്ക് രണ്ടുപേർക്കും ഞാനായിട്ടൊരു ബുദ്ധിമുട്ടുണ്ടാക്കൂല. നിങ്ങൾ സന്തോഷത്തോടെ ഇരുന്നോ. പിന്നെ ഇനി ഒരാവശ്യം പറഞ്ഞോണ്ട് നീ എന്നെ വിളിക്കണ്ട. എനിക്ക് എന്തെങ്കിലും ആവശ്യം വന്നാലേ എന്റെ ഭർത്താവുണ്ട് എന്നെ നോക്കാനായിട്ട്. പണ്ടുള്ളവര് പറഞ്ഞത് ശരിയാണ്, മാമ്പൂ കണ്ടും മക്കളെ കണ്ടും കൊതിക്കരുതെന്ന്. ഈ ഒരു വീഡിയോ വെറും ഒരു കഥയല്ല, ഒരമ്മ അവരുടെ മകളിൽ നിന്ന് അനുഭവിച്ച അനുഭവമാണ് ഈ ഒരു കുഞ്ഞു വീഡിയോ. തന്നെ നൊന്ത് പ്രസവിച്ച സ്വന്തം അമ്മയെ തന്നെ സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി ചൂഷണം ചെയ്യുന്ന ഇതുപോലെയുള്ള പെൺമക്കളെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇങ്ങനെയുള്ളവരെ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾ തന്നെ പറയൂ.